അസ്സലാമു വെൽക്കം ടു സ്പൈസി ഗലേറിയ. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഇറ്റാലിയൻ സ്പെഗറ്റി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് സ്പെഗറ്റി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ യൂഷ്വലി ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 200 ഗ്രാം സ്പെഗറ്റിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിലേക്ക് ഹാഫ് കപ്പ് സ്ലൈസ്ഡ് അനിയൻസ് എടുക്കുന്നുണ്ട്, അതുപോലെ ഹാഫ് കപ്പ് ക്യാബേജ്, അടുത്തതായി ക്യാരറ്റ് 1 കപ്പ്, പിന്നെ 3 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ക്യാപ്സിക്കം എല്ലാം കൂടെ 1 കപ്പാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ മാഗി ക്യൂബ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1.5 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്ക്, അതുപോലെ 3/4 കപ്പ് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയിട്ട് വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് വേണം, ആവശ്യത്തിനുള്ള ഉപ്പും ഓയിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ അങ്ങനെ ഏതെങ്കിലും ഓയിൽസ് യൂസ് ചെയ്യാം. ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ആദ്യം തന്നെ നമുക്ക് സ്പാഗറ്റി കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചു തുടങ്ങിയാൽ നമുക്ക് അതിലേക്ക് സ്പാഗറ്റി ആഡ് ചെയ്യാം. ബ്രേക്ക് ചെയ്യാണ്ട് അങ്ങനെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. താഴേന്ന് സ്പാഗറ്റി സോഫ്റ്റ് ആകുന്നതിനനുസരിച്ചിട്ട് അത് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോളും. അങ്ങനെ 9 to 10 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. സ്പാഗറ്റി സ്റ്റിക്കായി നിൽക്കുമെന്ന് പേടിയുള്ളവർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് നോർമലി അങ്ങനെ ആവാറില്ല, അതുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാറില്ല. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം സ്പാഗറ്റി കുക്കായി കിട്ടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുമുണ്ട്, നമ്മുടെ സ്പാഗറ്റി നല്ലപോലെ കുക്കായി വന്നിട്ടുമുണ്ട്. നമുക്കിനി ഇതിനെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് നോർമൽ വാട്ടർ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് അതിലത്തെ സ്റ്റാർച്ച് ഒന്ന് റിമൂവ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ വെള്ളമൊഴിച്ച് വാഷ് ചെയ്തെടുത്താൽ തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിക്ക് ആവാണ്ട് തന്നെ നിൽക്കും. സ്പാഗറ്റി ഡ്രെയിൻ ആവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള വെജിറ്റബിൾ മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ റോ സ്മെൽ പോകുന്നത് വരെ സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള അനിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അനിയൻ നല്ലപോലെ സോഫ്റ്റ് ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ക്യാരറ്റ്സും ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് ഇത്രയും വെജിറ്റബിൾസേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗ്രീൻ പീസ്, ഫ്രോസൺ കോൺ, ബ്രോക്കോളീസ്, ലീക്സ്, സ്പ്രിംഗ് ഓണിയൻ ഇതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാക്സിമം വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിൽ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഹാഫ് കുക്കാക്കി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ചിക്കൻ സ്റ്റോക്കിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ സോയ് സോസ് യൂസ് ചെയ്യാം. ചേർത്ത് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. വെജിറ്റബിൾസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ചിക്കന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഗ്ഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മീറ്റ് ബോൾസ് യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്താം. ഫൈനലായി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ കമ്പൈൻ ആക്കി എടുക്കുകയാണ്. അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ വെജിറ്റബിൾ മിക്സിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സ്പാഗറ്റി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സ്പാഗറ്റി വെജിറ്റബിൾ മിക്സുമായിട്ട് നല്ലപോലെ കമ്പൈൻ ആക്കി എടുക്കണം.
അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ സ്പാഗറ്റി ബ്രേക്കായി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഫർദർ കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ആക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ സ്റ്റേറ്റിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് മിക്സ് ആക്കാം, അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് സൈഡായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ സ്പാഗറ്റി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്പാഗറ്റി അവൈലബിൾ അല്ലാത്തവർക്ക് പ്ലെയിൻ നൂഡിൽസ് വെച്ചോ അല്ലെങ്കിൽ കുറച്ച് തിക്ക് വെർമിസെല്ലി വെച്ചോ ഇതേപോലെ തന്നെ റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻസും പോസ്റ്റ് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.